ഹലോ ഫ്രണ്ട്സ്, ലവ് ബേഡ്സിന് കൂടുണ്ടാക്കാനായിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തു. ഇതെല്ലാം എടുത്ത് വേണം കൂടുണ്ടാക്കാനായിട്ട്. അങ്ങനെ ഫ്രെയിം അടിച്ചു കൂട്ടി അതിനകത്ത് ചെറിയൊരു മാവിൻ്റെ ചില്ലയും വെച്ച് റെഡിയാക്കി. എല്ലാം കുറച്ച് ദിവസങ്ങളെടുത്തുള്ള പണിയാണിത്. അതിലെല്ലാം ഒറ്റ ഇതായിട്ട് എടുത്തതേ ഉള്ളൂ. പിന്നെ അതിന് നെറ്റ് അടിക്കാൻ ഒരു റോള് നെറ്റ് വാങ്ങിച്ചു. നെറ്റ് ഒരു റോളിന് 1200 രൂപ സംതിങ് രൂപയായി. അങ്ങനെ അടിച്ചു വന്നപ്പോഴത്തേക്കും മഴ, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മഴയാണ്. കണ്ടില്ലേ മഴ പെയ്യുന്നത്? നല്ല നേരിച്ച മഴ. ഇവിടെ ഷെഡുണ്ട്, ഷെഡിനകത്ത് ഞാൻ കയറിയിരുന്നു. അങ്ങനെ അതുകൊണ്ട് ചെറിയൊരു ഡോറ് ഇടയ്ക്കിടെ അകത്ത് കയറാനും കിളിയെ പിടിക്കാനൊക്കെ ആയിട്ട് ഒരു ഡോറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ നെറ്റ് കൊണ്ട് ഫുള്ള് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രെയിമും അടിച്ച് നെറ്റിൻ്റെ പുറത്ത് തന്നെ ഒരു ചെറിയൊരു ഫ്രെയിമും അടിച്ചു കൊടുത്തു. അങ്ങനെ കൂടെ ഏകദേശം പണിയായി. ഒരു 2 ബ്രീഡിങ് കേജ് മാത്രമേ അതിനകത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണ് ആ ഡോറ്, അകത്ത് കയറാനുള്ള. ഇതിനകത്ത് ഫ്രണ്ട് വാതിൻ്റെ പണിയാണ്. ഫ്രണ്ട് വാതിൻ്റെ പണി ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നെറ്റൊക്കെ അടിച്ച് റെഡിയാക്കി കൂടുക, ഒരു റൂഫൊക്കെ ഇട്ട് അതേപോലെ സെറ്റ് ചെയ്ത് വെച്ച്. കിളി കഴിഞ്ഞടുത്ത് കിളിയെ വിടണം. കിളിയെ വിടുന്ന കുറച്ച് ടാസ്ക്. അതിനകത്ത് മണ്ണൊക്കെ ഞാൻ ഇറക്കിയായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഇറക്കി മണിപ്ലാന്റൊക്കെ വെച്ച് ചുറ്റി കൊടുത്ത് ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടാനായിട്ട് അതിന് ശ്വാസവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പിന് വേണ്ടി ഈ രീതിയിലാക്കി. ഫൈനലി ഞാൻ അവസാനം കിളിയെ കൊണ്ടതിനകത്ത് ഇറക്കാനുള്ള പരിപാടി ഞാൻ അച്ഛനും കൂടെ കിളിയെ എടുത്തു. കിളി വെളിയിൽ മിസ്സായൊക്കെ പോയി. പിന്നെ അതിനെ പിടിച്ച് ഷെഡിനകത്തിട്ടായിരുന്നു. അതിപ്പോൾ കിളിയെ ഇറക്കി വിടുന്നതാണ്. ഞാൻ ഒന്നിനെ മാത്രമാണ് ഇപ്പോൾ ഇറക്കി വിടുന്നത് നിങ്ങളെ കാണിക്കുന്നത്. കിളിയെ ഇറക്കി വിട്ടപ്പോൾ കിളിക്കുന്നത് സ്വർഗം കിട്ടിയ പോലെയാണ് തിറന്നു ഓടിയത്. നൈറ്റ് ആയതുകൊണ്ട് വീഡിയോ ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. അവിടെ ഇരിക്കുന്നത് കിളിയാണ്, ഇത്രയേ ഉള്ളൂ ക്ലിയർ. ഇതാണ് കൂട്ടിൻ്റെ ഉൾഭാഗങ്ങൾ. നേരെ കാണാൻ പറ്റൂല. പിന്നെ ഫൈനലായിട്ട് എല്ലാ കിളികളും ഞാനത് ഇറക്കി. റെഡ് ഐ ആണ്. അതാണ് ഫൈനൽ റിസൾട്ട്. താങ്ക് യു.